സ്കൂളിന്റെ 42ാമത് വാർഷികം 2024 ജനുവരി 9 ആഘോഷപൂർവ്വം നടന്നു. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ബാസ്റ്റ്യൻ മംഗലത്തിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കുകയും സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സ്റ്റാൻലി ചെല്ലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. 2023-24 വർഷത്തിലെ SSLC പരീക്ഷയിൽ 100% വിജയത്തോടെ 35 ഫുൾ A പ്ലസും 8 9A+ വാങ്ങി. +2 പരീക്ഷയിൽ ഉന്നത വിജയ ശതമാനത്തോടെ സയൻസ് വിഭാഗത്തിൽ നിന്നും 17 ഫുൾ A+, 12 5A+, കൊമേഴ്സ് വിഭാഗത്തിൽ നിന്ന് 5 ഫുൾ A+, 2 5A+ വാങ്ങാൻ സാധിച്ചു. 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 2024 ജൂൺ 3 തിങ്കളാഴ്ച വർണ്ണാഭമായി നടത്തി. അന്നേ ദിവസം രക്ഷകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറും മികവ് പ്രദർശനവും നടത്തപ്പെട്ടു. നമ്മുടെ സ്കൂളിൽ അധ്യാപകരായിരുന്ന ഡോക്ടർ ഷാജി കുര്യാക്കോസ് കരിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മിനി മാത്യു സെന്റ് ആൻഡീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തോലിയിലേക്കും പ്രിൻസിപ്പൽമാരായി സ്ഥാനക്കയറ്റം കിട്ടി. വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകരായിരുന്ന സുനിൽ ജോസ്, സിസ്റ്റർ തെരേസ ടോം, സിജു ജേക്കബ്, ജോസഫ് TJ, അബിൻ ജോ, ഓഫീസ് സ്റ്റാഫായിരുന്ന ടോമി ജോൺ എന്നിവർ സ്ഥലം മാറിപ്പോവുകയും ജോബിൻ ജോസ്, സൗമ്യ അലക്സ്, ലേഖ തോമസ്, ജെറീൻ ജെയിംസ്, ഫാദർ ടോമി കാരാംവേലിയിൽ CMI, ജോബിൻ ജോസഫ്, ബ്ലസൻ ബാബു, റിയ കാതറിൻ ആന്റണി, ഡോണ മാത്യു എന്നിവർ ഈ വർഷം ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഡോണ ഡൊമിനിക് ഓഫീസ് സ്റ്റാഫായി നിയമിതയായി. ജൂൺ 5 NSSന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജൂൺ 19 വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ വായനയുടെ പ്രാധാന്യം വിശദീകരിച്ചു കൊടുക്കുകയും പോസ്റ്റർ പ്രദർശനം നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ NSSന്റെ ആഭിമുഖ്യത്തിൽ വായന വണ്ടി പുസ്തക വിതരണം നടത്തപ്പെട്ടു. ജൂൺ 21 യോഗാ ദിനത്തിൽ NSS SPCയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമതി ശ്രീലത അനിലും മിസ് നന്ദന അനിലും നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്തു. ജൂൺ 26 PTA പൊതുയോഗം നടത്തപ്പെട്ടു. അന്നേ ദിവസം ദർശന കോട്ടയം ഡയറക്ടർ ഫാദർ സോണി എംബ്രയിൽ CMI മാതാപിതാക്കൾക്കായി ക്ലാസ് എടുത്തു. ഇലക്ഷൻ നടത്തി PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ജൂലൈ 6 2023-24 വിജയപ്രഭ ചൊരിഞ്ഞ കുട്ടികളെ അനുമോദിക്കുന്നതിനായി മെറിറ്റ് ഡേ നടത്തി. പ്രസ്തുത യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ബാസ്റ്റ്യൻ മംഗലത്തിൽ CMI വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജൂലൈ 19 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലൂടെ സ്കൂൾ ഇലക്ഷൻ നടത്തപ്പെട്ടു. സ്കൂൾ ചെയർമാനായി എബിൻ സാജു, വൈസ് ചെയർമാനായി അസിൻ മരിയ രാജു, സ്കൂൾ സെക്രട്ടറിയായി ആൻ മരിയ സാബോ, ജോയിന്റ് സെക്രട്ടറിയായി ഷാരോൺ വിൻസെന്റ്, സ്പോർട്സ് ക്യാപ്റ്റനായി നെവിൻ ബിനോയ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വേദിക് IAS അക്കാഡമിയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തപ്പെടുന്നു. ജൂൺ 25 ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി NSS SPC, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് എന്നീ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ റാലി, ഫ്ലാഷ് മോബ്, പോസ്റ്റർ പ്രദർശനം എന്നിവ നടത്തപ്പെട്ടു. കൂടാതെ ഓഗസ്റ്റ് 9 SPC ലഹരി വിരുദ്ധ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഓട്ടൻതുള്ളൽ എന്ന ജനകീയ കലയിലൂടെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ഓഗസ്റ്റ് 6 NSS സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സുഡോക്കി ബേർഡ് നിർമ്മാണം, പ്ലെഡ്ജ്, പോസ്റ്റർ പ്രദർശനം എന്നിവ നടത്തപ്പെട്ടു. ഓഗസ്റ്റ് 10 NSSന്റെ ആഭിമുഖ്യത്തിൽ എർത്ത് ബയോഡൈവേഴ്സിറ്റി വാക്കിംഗ് വിത്ത് നേച്ചർ എന്ന വിഷയത്തിൽ എക്കോളജിയിൽ PhD ചെയ്ത ശ്രീ ജോസഫ് റോയ് കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ദീപികയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കളറിംഗ് മത്സരം നടത്തപ്പെട്ടു. ഓഗസ്റ്റ് 15 SPC NSS ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ഓഗസ്റ്റ് 16-17 ദിവസങ്ങളിലായി സ്കൂൾ കലോത്സവം ആൻസ് ഫെസ്റ്റ് വളരെ മനോഹരമായി നടത്തപ്പെട്ടു. പൂർവ്വ വിദ്യാർത്ഥിയായ സംസ്ഥാന കലോത്സവ വിജയ് ടെസിയ ലിസാം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായി NSS കുട്ടികൾ സെന്റ് ആൻസിന്റെ ആദ്യകാല ഗുരുനാഥൻ EJ അഗസ്തി സാറിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തുകൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ നടത്തുകയും പായസം വിതരണം ചെയ്യുകയും ചെയ്തു. SPC NSS കുട്ടികൾ തോട്ടുവായിലുള്ള വയോജന കേന്ദ്രമായ അനുഗ്രഹ ഭവൻ സന്ദർശിക്കുകയും അവിടെ ഒരു ദിവസം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. വർക്ക് എക്സ്പീരിയൻസ് ഫെസ്റ്റ് ഓല, സൗഹൃദ ക്ലബിന്റെ സെമിനാർ, മക്കളെ അറിയാൻ, ലിറ്റിൽ കൈറ്റ്സിന്റെ ആനിമേഷൻ പ്രോഗ്രാം,
പെൺകുട്ടികൾക്കായുള്ള NSSന്റെ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം ആർച്ച, ശ്രീ സാബു ജോസഫ് നയിച്ച കരിയർ പ്ലാനിംഗ് സെമിനാർ ഓൺ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ശ്രീ ജെയിംസ് മാത്യു സർ നയിച്ച കരിയർ ഗൈഡൻസ് സെമിനാർ, NSS SPCയുടെ ഐ ടെസ്റ്റിംഗ് ക്യാമ്പ്, ശ്രീ ലോറൻസ് സാറിന്റെ മോട്ടിവേഷണൽ ക്ലാസ്, NSSന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പരിപാടിയിലൂടെ കുട്ടികൾക്കും അധ്യാപകർക്കും പച്ചക്കറി വിത്ത് വിതരണം, ഫയർ ആൻഡ് റെസ്ക്യൂ കടുത്തുരുത്തി ടീം നടത്തിയ ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ് സന്നദ്ധം, വയനാട് സംഭാവനയ്ക്കായി ലോഷൻ തയ്യാറാക്കൽ, ഫുഡ് ഫെസ്റ്റ്, കവിതാ പരിശീലന കളരി, സോപ്പ് മേക്കിംഗ്, റേഡിയോ പ്രോഗ്രാം എന്നിങ്ങനെ കുട്ടികളെ ശാക്തീകരിക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. ഒക്ടോബർ 3-4 ദിവസങ്ങളിലായി ആനുവൽ സ്പോർട്സ് മീറ്റ് നടത്തപ്പെട്ടു. നവംബർ 2-ന് NSS കുട്ടികൾ വെട്ടിമുളിലുള്ള സേവാഗ്രാമിലെ കുട്ടികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. ശുചിത്വ മിഷന്റെ ഭാഗമായി ചൂൽ നിർമ്മാണം നടത്തി. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയോട് ചേർന്ന് ഗ്രീൻ ഗാർഡിയൻസ് എന്ന പരിപാടി നടത്തി. SPC കുട്ടികൾക്കായി എല്ലാ ബുധൻ ശനി ദിവസങ്ങളിൽ പരേഡ് പരിശീലനവും ഫിസിക്കൽ ട്രെയിനിങ്ങും നടന്നുവരുന്നു. സൂപ്പർ സീനിയേഴ്സ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡും നടന്നു. നവംബർ 8-ന് SPC കുട്ടികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആഘോഷത്തിൽ സ്പെഷ്യൽ അസംബ്ലിയും മത്സരവും നടത്തി. നവംബർ 17-ന് NSSന്റെ ആഭിമുഖ്യത്തിൽ IMA തൊടുപുഴയും റോട്ടറി ക്ലബ് കുറവലങ്ങാടും ചേർന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. 50ഓളം വ്യക്തികളിൽ നിന്നും രക്തം ശേഖരിച്ചു. നവംബർ 20-ന് സൗഹൃദ ഡേ സെലിബ്രേഷൻ നടത്തി. നവംബർ 26-ന് മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം പ്രശസ്ത സിനിമാ നടൻ ശ്രീ ലാലു അലക്സ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 3 ദിവസങ്ങളിലായി 23ാമത് സെന്റ് ആൻസ് ട്രോഫി മത്സരം നടന്നു. ഗ്ലോറിയ 2024 എന്ന സെന്റ് ആൻസിന്റെ ക്രിസ്മസ് ആഘോഷം പലവിധ മത്സരങ്ങളോടെ വളരെ മനോഹരമായി നടത്തപ്പെട്ടു. കുട്ടികളുടെ പഠന വിനോദയാത്ര വളരെ മനോഹരമായി നടത്തപ്പെട്ടു. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ നിന്നും മൈസൂർ, ഊട്ടി, മാൽപേ, വണ്ടർല എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഈ വർഷത്തെ വിനോദയാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. ക്രിസ്മസ് അവധി ദിവസങ്ങളിൽ SPC കുട്ടികളുടെ ദ്വൈദിന ക്യാമ്പും NSS കുട്ടികളുടെ സപ്തദിന ക്യാമ്പും വളരെ മനോഹരമായി നടത്തപ്പെട്ടു. SPC ക്യാമ്പ് കുറവലങ്ങാട് സബ് ഇൻസ്പെക്ടർ ശ്രീ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കടുത്തുരുത്തിയിൽ വെച്ച് നടന്ന NSS കുട്ടികളുടെ ക്യാമ്പ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുകയും വളരെ മനോഹരമായി ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. ജനുവരി 3 ചാവറ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലിയും വിവിധ മത്സരങ്ങളും പിടിയേരി ശേഖരണവും നടന്നു. കുട്ടികളുടെ ആത്മീയ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ജൂൺ 7 തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് എല്ലാ മാസാദി വെള്ളിയാഴ്ചകളിലും കുമ്പസാരവും വിശുദ്ധ കുർബാനയും നടത്തിവരുന്നു. കൂടാതെ ഒക്ടോബർ മാസത്തിൽ 10 ദിവസത്തെ ജപമാലയർപ്പണവും ഉണ്ടായിരുന്നു. നവംബർ 20-ന് 10-12 ക്ലാസ്സിലെ കുട്ടികൾ മാന്നാനം തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് അനുഗ്രഹം തേടുകയും ചെയ്തു. അധ്യാപകരുടെ വേറിട്ട കഴിവുകൾ കുട്ടികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ വികസിപ്പിക്കാൻ സെന്റ് ആൻസിലെ അധ്യാപകർ വിവിധ തനത് പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്നു. വർക്ക്ഷോപ്പ് ഓൺ LED കൺസ്ട്രക്ഷൻ, വർക്ക്ഷോപ്പ് ഓൺ പെയിന്റിംഗ്, സെമിനാർ ഓൺ സൈബർ സെക്യൂരിറ്റി, പോസ്റ്റ് ഓഫീസ് കുട്ടികളെ പരിചയപ്പെടുത്തുക, ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച കൊക്കഡോമ ചെടികൾ അല്ലെങ്കിൽ പായൽപന്ത് എക്സിബിഷൻ, കൊമേഴ്സ് ക്ലബിന്റെ സംരംഭകത്വ സെമിനാർ, തനിമ എന്ന പേരിലെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ലാക്കോമസ് എന്ന പേരിലെ ഈ മാഗസിൻ എന്നിങ്ങനെ വിവിധ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സ്കൂളിന്റെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിനായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടത്തപ്പെട്ടത്. ജൂൺ 14-ന് സെന്റ് ആൻസിലെ അധ്യാപക കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കായി പുതിയ സ്കൂൾ ബസ് സമ്മാനിച്ചു. നമ്മുടെ സ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായി. സ്കൂൾ ലൈബ്രറിയിലേക്ക് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് MLAയും സ്കൂൾ മാനേജ്മെന്റും മൂല്യവത്തായ നിരവധി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കൂടാതെ പെയിന്റിംഗ്, സ്റ്റേജ് റിപ്പയറിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ ടു സ്റ്റാഫ് റൂം, സോളാർ പാനൽ ഇംപ്ലിമെന്റേഷൻ, ബസ് ഷെഡ്, ടൈൽ വർക്കുകൾ, ഹൈസ്കൂൾ ലാബിലേക്ക് പുതിയ 7 കമ്പ്യൂട്ടറുകൾ, ടോയ്ലറ്റ് റിപ്പയറിംഗ് തുടങ്ങിയ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ വർഷം നടത്തപ്പെട്ടു. ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫ്രം USA നടത്തിയ പ്രസംഗ മത്സരത്തിൽ ആഷർ ജോസഫ് 3-ാം സ്ഥാനവും ടെസിയ ലിസാം 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ആഷർ ജോസഫ്, അമൃത ബിനോയ് എന്നിവർ ട്രിഗർ ക്വിസ് മത്സരത്തിൽ 1-ാം സ്ഥാനം നേടി.
ഓൾ കേരള ബിഷപ്പ് ഗ്രിൽ മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിലും മാർ പൗവത്തിൽ മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിലും ആഷർ ജോസഫ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 2024 രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം കുട്ടികൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. അഖില കേരള കത്തോലിക്ക ഓൺലൈൻ വിശുദ്ധ ചാവറ യുപ്രാവിസ്യ മത്സരത്തിൽ ടീച്ചേഴ്സ് വിഭാഗത്തിൽ റിയ കാതറിൻ ആന്റണിയും സീനിയർ വിഭാഗത്തിൽ ആഷർ ജോസഫ്, ജോൺ ജോസഫ് എന്നിവർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ മത്സരങ്ങളിൽ HS ക്വിസ് മത്സരത്തിൽ ബസാലിൽ ജോസഫ് 1-ാം സ്ഥാനവും HSS പ്രസംഗ മത്സരത്തിൽ ജോൺ ജോസഫ് 1-ാം സ്ഥാനവും ആഷർ ജോസഫ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. രാമപുരം മാർ അഗസ്റ്റീനോസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മാക്സ് സ്പെക്ട്ര 2024 എന്ന മത്സരത്തിൽ സെന്റ് ആൻസിലെ കുട്ടികൾ പങ്കെടുക്കുകയും ബിസിനസ് കോർപ്പറേറ്റ് കോൺക്വസ്റ്റിൽ അമൽ ജോസഫ്, ആൽബിൻ ജോസഫ്, അനക്സ് മനോജ്, ഡാർവിൻ റോജി, ജോർജ് ജോസഫ്, ജോൺ ജോസഫ് എന്നിവർ 2-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. നവംബർ 9 കാർഷിക ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ബസാലിൽ ജോസഫ്, അലൻ സിബു എന്നിവർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കോട്ടയം റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിൽ 14 ഇനങ്ങളിൽ സെന്റ് ആൻസിന്റെ കുട്ടികൾ പങ്കെടുക്കുകയും അതിൽ നിന്നും പ്രവൃത്തി പരിചയമേളയിലെ വെജിറ്റബിൾ പ്രിന്റിംഗിൽ കുമാരി നിയാമോൾ ജോർജ് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടുകയും ചെയ്തു. അധ്യാപകരുടെ ജില്ലാതല ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ IT മേളയിൽ ശ്രീ ബ്ലസൻ ബാബുവും സയൻസ് വിഭാഗത്തിൽ ശ്രീമതി അനിറ്റ കെ സെബാസ്റ്റ്യനും ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. തുടർന്ന് ശ്രീമതി അനിറ്റ കെ സെബാസ്റ്റ്യൻ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടുകയും ചെയ്തു. ജില്ലാ കലോത്സവത്തിൽ 17 ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾ മാറ്റുരയ്ക്കുകയും ഹൈസ്കൂൾ വിഭാഗം വീണാവാദനത്തിൽ കുമാരി ആർച്ച KS, ഹയർ സെക്കൻഡറി അക്ഷരശ്ലോകത്തിൽ മാസ്റ്റർ ദേവകൃഷ്ണ KUവും സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടി വിജയം വരിക്കുകയും സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമായി മാറുകയും ചെയ്തു. സാൻജോ ഫെസ്റ്റ് എയ്ഡഡ് സ്കൂളുകളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 2024 മെയ് മാസം മുതൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി എന്നിവയുടെ പരിശീലനം നടന്നുവരുന്നു. ജൂൺ മാസം മുതൽ രാവിലെ 7 മുതൽ 8 വരെയും വൈകുന്നേരം 3:30 മുതൽ 5:30 വരെയും വിവിധ കായിക ഇനങ്ങളിലും അത്ലറ്റിക്സിലും പരിശീലനം കുട്ടികൾക്ക് നടന്നുവരുന്നു. 9-ാം ക്ലാസ്സിലെ യമാത്തോ സുധീപ് മഹാരാഷ്ട്രയിലെ ഇൻഡോറിൽ വെച്ച് നടന്ന കരാട്ടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിജയം കൈവരിക്കുകയും അതോടൊപ്പം ജപ്പാനിൽ വെച്ച് നടന്ന കരാട്ടെ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. കായിക രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയ ഈ അധ്യയന വർഷം ബാസ്കറ്റ്ബോൾ, നെറ്റ്ബോൾ, ക്രിക്കറ്റ്, നീന്തൽ എന്നീ ഇനങ്ങളിലായി 13 കുട്ടികൾ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കായികമേളയിൽ മാറ്റുരച്ചു. ഹോക്കിയിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ നമ്മുടെ സ്കൂൾ ടീം തന്നെയാണ് സംസ്ഥാന മേളയിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ചത്. സബ് ജൂനിയർ വിഭാഗം നെറ്റ്ബോളിലും മിനി ബോയ്സ് ബാസ്കറ്റ്ബോളിലും സെന്റ് ആൻസ് 2-ാം സ്ഥാനം കരസ്ഥമാക്കി. സാൻജോ ഗെയിംസിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 23ാമത് സെന്റ് ആൻസ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ 1-ാം സ്ഥാനവും സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. അധ്യയനം വേറിട്ട അനുഭവമാക്കി ശിഷ്യഗണങ്ങളുടെ ഹൃദയത്തിലും കരുതലിന്റെ കാവലാളായി സഹപ്രവർത്തകരുടെ മനസ്സിലും ഇടം തീർത്ത വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ആശാ വി ജോസഫിനും ശ്രീമതി ഷൈനി A കുരുവിള ടീച്ചറിനും ആൻസിൻ കുടുംബത്തിന്റെ സ്നേഹോഷ്മളമായ യാത്രാമംഗളങ്ങൾ.